കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് സംസാരിക്കും. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തിരുവല്ല അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, കുട്ടനാട് റെജി ചെറിയാൻ, ചങ്ങനാശ്ശേരി വിനു ജോബ്, കടുത്തുരുത്തി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, തൊടുപുഴ അബു ജോൺ ജോസഫ്, കോതമംഗലം ഷിബു തെക്കുംപുറം, ഇരിങ്ങാലക്കുട അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, കാഞ്ഞങ്ങാട് ഷൈജി ഓട്ടപ്പള്ളി ഒക്കെയാണ് സ്ഥാനാർത്ഥികൾ. എന്തുകൊണ്ട് സാർ മാറിയെന്ന് ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് സാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്? ആരോഗ്യപരമായ കാരണങ്ങൾ. സജീവമായ പ്രചരണ രംഗത്തുണ്ടാവും. ഉണ്ടോ? പാർട്ടിയെ നയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് സാറ് തന്നെ ആയിരിക്കില്ലേ? പാർട്ടിയെ നയിക്കുന്നത് പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാർ. പാർട്ടിയുടെ ഞങ്ങളുടെ ഏക നേതാവ് ജോസഫ് സാറാണ്. അദ്ദേഹം പാർട്ടിയെ ശക്തമായി നയിക്കും. സാറേ, ഈ 2 സീറ്റുകൾ ഇത്തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ പ്രവർത്തകർക്ക് വലിയ വികാരമുണ്ട്. എങ്ങനെയാണ് അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അത് വൺ ടൈം, ഇത്തവണ മാത്രമാണ് എന്ന് പ്രത്യേക ഒരു കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞങ്ങാടെടുത്തു. അത് കുടിയേറ്റക്കാരുള്ള സ്ഥലം എന്നുള്ള നിലയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കി വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വിജയിക്കാനാകുമെന്നാണോ പ്രതീക്ഷ? കാരണം അവിടെയുള്ള വിഭാഗ നേതാക്കളും അണികളും ഉൾപ്പെടെ സാറിനെ നേരിട്ട് കണ്ട് അവരുടെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കാര്യമുണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം എന്നുള്ള നിലയിൽ എല്ലാവരും പ്രവർത്തിക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഈ അവരുടെ പ്രതിഷേധം അത് നെഗറ്റീവ് വോട്ടായി മാറും. ഈ സ്വന്തം പാർട്ടിക്കാരൻ തന്നെ കഴിഞ്ഞ ദിവസം വീട്ടിലൊന്ന് കുറേ നേതാക്കളെ കണ്ടിരുന്നു. പരസ്യമായിട്ട് അവർ പ്രതികരിച്ചിരുന്നു വലിയ വികാരത്തോടെ. അപ്പോൾ അത് നെഗറ്റീവ് ആവില്ലേ? അതെല്ലാം സാവകാശം ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ മോഹൻ തന്നെയാണ് തൊടുപുഴയിൽ മത്സരിക്കുന്നത്. എന്താണ് പറയാനുള്ളൊരു മെസ്സേജ്? എന്താണ് ജനനന്മയെ കരുതി ഞാൻ പ്രവർത്തിച്ചതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായി ജനസേവന രംഗത്ത് പ്രവർത്തിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അമൽ തേനംപറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, ഈ ദൃശ്യത്തിനും വലിയ പ്രത്യേകതയുണ്ട്. PJ ജോസഫ് എന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സജീവമായി നിന്ന ഒരധ്യായം, ഒരുപക്ഷെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പാർലമെന്ററി രാഷ്ട്രീയം അദ്ദേഹം അവസാനിപ്പിക്കുന്നു വേണമെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പറയാം.